അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വേദിയിലെ സമാദരണീയരായ സാരഥികളെ, ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ഈമാനും ഇസ്ലാമുമാണ് മുസ്ലിം എന്ന നിലക്ക് നമ്മുടെ വ്യക്തിത്വം. ആദർശത്തിലെ വ്യക്തതയും ആരാധന നിരതമായ ജീവിതം പരിശീലിപ്പിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം വൈജ്ഞാനിക ഉണർവാണ് മതം ഇതിലൂടെ നമുക്ക് നൽകുന്ന മറ്റൊരു ദൗത്യം. ശരീരത്തിൻ്റെ ജൈവ പ്രവർത്തനങ്ങൾക്ക് പോഷണമൂല്യമുള്ള ഭക്ഷണം നാം യഥാസമയം സ്വീകരിക്കുന്നുണ്ട്. അതുപോലെ ആത്മാവിൻ്റെ ഉണർവിനും വളർച്ചക്കും അതിനെ ധർമ്മത്തിൽ ശാക്തീകരിക്കുവാനും വേണ്ടി വിദ്യ പഠിക്കുകയും ആർജിക്കുകയും ചെയ്യണം എന്നത് മതത്തിൻ്റെ മൗലികമായ ഒരു കൽപ്പനയാണ്. വഹയിൻ്റെ ആദ്യാക്ഷരങ്ങൾ നമുക്ക് പരിചയമുള്ളതാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന ഈ ആയത്ത് വചനം കേവലം വായിക്കുക എന്ന ഒരു കൽപ്പനക്രിയ കേൾപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്. അനശ്വരമായ വിജ്ഞാന സമ്പാദനത്തിനും അതിലൂടെ പുതിയ അറിവിൻ്റെ പുതിയ മേഖലകൾ തേടി ജീവിതത്തെയും വിശ്വാസത്തെയും കൂടുതൽ രചനാത്മകമാക്കുവാനുമുള്ള നിലക്കാത്ത പ്രഖ്യാപനത്തിൻ്റെ തുടക്കമായിരുന്നു യഥാർത്ഥത്തിൽ ആ ദൈവിക വചനം. ഈ രൂപത്തിൽ വായിക്കുവാനും പഠിക്കുവാനും അതിലേക്ക് മനസ്സിനെ കേന്ദ്രീകരിക്കുവാനും ചെയ്യുമ്പോൾ പുതിയ അറിവിൻ്റെ ലോകത്തേക്ക് നാം അറിയാതെ കാലെടുത്തു വെക്കാൻ പറ്റും. അത് പിന്നീട് ഭക്തിയായിട്ട് നമ്മിൽ നിലനിൽക്കുകയും ചെയ്യും. എങ്ങനെയാണ് വായിക്കേണ്ടത്, പഠിക്കേണ്ടത് എന്നതിന് കൃത്യമായ രീതിശാസ്ത്രം വേദഗ്രന്ഥം നമ്മെ കേൾപ്പിക്കുന്നുണ്ട്. മനസ്സോർമ്മയോടുകൂടി, ഏകാഗ്രതയോടുകൂടി, മനസ്സാന്നിധ്യത്തോടുകൂടി, കണ്ണും കാതും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അതിസൂക്ഷ്മമായ വായനയും പഠനവുമാണ് ഒരു വിശ്വാസിയുടെ ധർമ്മമായി ഖുർആൻ കേൾപ്പിക്കുന്നത്. അഫലാ തദക്കറൂൻ, അഫലാ തഅഖിലൂൻ തുടങ്ങിയ നിരവധി ആയത്തുകൾ നമ്മുടെ നാവിൻ തുമ്പത്ത് ഇപ്പോൾ പരിചയത്തിലുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, കേൾക്കുന്നില്ലേ, ഉത്ബുദ്ധരാവുന്നില്ലേ തുടങ്ങിയ ആഹ്വാനം യഥാർത്ഥത്തിൽ വായനയുടെ രീതിശാസ്ത്രമാണ് വളരെ ലളിതമായി കേൾപ്പിക്കുന്നത്. എന്തിനായിരിക്കണം ഇത്തരം വായനയെ നാം ശാക്തീകരിക്കേണ്ടത് എന്നതും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതും മറ്റു ചില ആയത്തുകളുടെ സമാപനമായി ഖുർആൻ കേൾപ്പിക്കുന്നുണ്ട്. ലഅല്ലക്കും തുഅ്മിനൂൻ, ലഅല്ലക്കും തുസ്ലിമൂൻ, തൂഖിനൂൻ, മുസ്ലിങ്ങളായി ജീവിക്കുവാൻ, വിശ്വാസത്തിൻ്റെ പ്രഭയിൽ ജീവിക്കുവാൻ. വിശ്വാസം കേവലമായ ഒരു പാരമ്പര്യമല്ല, അതിലുപരി യഖീൻ, കൃത്യമായ സംശയമില്ലാത്ത ബോധ്യമായി വീണ്ടെടുക്കുവാൻ ആയിരിക്കണം വായനവും പഠനവും അതുൽപാദിപ്പിക്കുന്ന ഈമാനികമായ തലങ്ങളും എന്നതാണ് ഇതിൻ്റെ പ്രധാനം. ഒറ്റവാക്കിൽ പറഞ്ഞാൽ വായന, അതിലൂടെ ലഭിക്കുന്ന അറിവ്, അത് നമ്മുടെ ശക്തിയാണ്. അറിവിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്തി, അതാണ് ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ സൗന്ദര്യമായി മതം വരച്ചു കാണിക്കുന്നത്. ഖുർആൻ വായനക്കും പഠനത്തിനും നൽകിയിരിക്കുന്ന ഈ ഒരു ചുവട് പിടിച്ചുകൊണ്ടാണ് 50 കൊല്ലം പിന്നിടുന്ന ശബാബ് അതിൻ്റെ വൈജ്ഞാനിക യാത്ര തുടരുകയും ചെയ്യുന്നത്. ഇന്നത്തേതുപോലെ വായനാ സൗകര്യം ഇല്ലാതിരുന്ന ആദ്യ കാലഘട്ടങ്ങളിൽ പള്ളികളിലും മഹല്ലുകളിലുമായി ഒരാൾ വായിക്കുകയും 10-15 പേർ കേൾക്കുകയും ചെയ്യുന്ന സമൂഹ വായനക്കും ഷബാബ് അതിൻ്റെ ആദ്യ നാളുകളിൽ സാക്ഷ്യം വഹിച്ചിരുന്നു. ഈ രൂപത്തിൽ വായിച്ചുകൊണ്ട് സത്യാന്വേഷണം,
മുടങ്ങാതെ നിർവഹിച്ചുകൊണ്ട് അപ്പോഴൊക്കെ ജീവിതത്തെ ധർമ്മത്തിൻ്റെ പാതയിൽ സൂക്ഷിച്ചു നിർത്തുവാൻ കഴിയുക എന്നതാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായി നല്ല ക്രിയാത്മകതയുള്ള സമൂഹത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഭാഗമായി മതം കാണുകയും ചെയ്യുന്നത്. ആ രൂപത്തിൽ മുന്നോട്ട് പോകുവാൻ 50ൻ്റെ നിത്യ യൗവനത്തിൽ നിൽക്കുന്ന ഷബാബിന് ഇനിയും സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. വസ്സലാമു അലൈക്കും.